ഇവിടെ രണ്ടായിട്ട് നേരെ 2 എക്സോസും ആണ് നമ്മൾ. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് നമ്മൾ വണ്ടിയിൽ കസ്റ്റം ചെയ്തിട്ട് അടിയിൽ ഡ്യുവൽ എക്സോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തും. അപ്പം നമ്മൾ എടുത്തേക്കണമെന്ന് പറയുകയാണെങ്കിൽ SCയുടെ 2 ഡ്യുവൽ എക്സോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് സംതിങ് സെക്കൻഡ് നമ്മൾ നോക്കിയെടുത്തത് 2 അടുത്ത് ഒരെണ്ണത്തിന് രീതിയിൽ 2 എണ്ണം എടുത്തു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായ ഒരു ബെൻഡ് പൈപ്പ്, അത് ജസ്റ്റ് അടിയിലൊരു പീസായിട്ടും പിന്നെ ഈ നടുക്കൊരു പീസായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മൾ പുതിയൊരു പൈപ്പ് എടുത്തിട്ട് അത് കസ്റ്റം ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണം. വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കൂടി കഴിയുമ്പോൾ തന്നെ ഇവിടെ ടയറും ബെൻഡ് പൈപ്പായിട്ട് വലിയ ക്ലിയറൻസ് ഇല്ല. ചെറിയ കട്ടറൊക്കെ ചടിക്കാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രാപ്പ് ഇങ്ങനെ വരയും. അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ നാളെ ഒന്ന് ജസ്റ്റ് പോയിട്ട് ഈ ഷോക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടുമെന്ന്. അപ്പോൾ അതൊന്ന് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് ഇരിക്കുന്ന ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ വണ്ടി റോഡിലേക്ക് അങ്ങനെ ഇറക്കാറില്ല. വല്ല കോളേജിൽ പരിപാടിയോ അങ്ങനത്തെ പിന്നെ വീഡിയോ എടുക്കാൻ കാര്യങ്ങൾ മാത്രമേ തന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ 2 AC ഒക്കെ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി തന്നെ കൃക്കന്മാർ ചട്ടിയാണ്, ആൾക്കാർ വിളിച്ചു പറയും, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തേക്ക് വണ്ടി ഇറക്കാറില്ല. അങ്ങനെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രം, ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന RS അണ്ടർവെല്ലിയാണ്. അപ്പോൾ അണ്ടർവെല്ലി ഇപ്പോൾ നമ്മൾ RCയുടെ ഒരു റേസിംഗ് കിറ്റ് അണ്ടർവെല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ നമുക്കത് കാണിക്കാം. പിന്നെ നേരെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. അത് അവിടെ ജസ്റ്റ് ബാക്ക് കട്ട് ചെയ്തിട്ട് ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ഇത് ഊരി വെച്ചേക്കുക. അതാണ് ഇവിടെ ഒരു വൃത്തിയില്ലാതെ ഇരിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. നിങ്ങൾ എല്ലാവരും കമൻ്റ് ഇടുക. എക്സോസ്റ്റ് വെച്ചപ്പോൾ വണ്ടിയുടെ ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടിയുടെ സിനിമാറ്റിക് ഷോട്ട് ആദ്യം കണ്ടിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഫുൾ സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടില്ല. സാധാ രീതിയിൽ വരണ പോലെ അടിയിൽ നിന്ന് ഒരു ബെൻഡ് എടുത്ത് നേരെ മുകളിലേക്ക് ഇട്ട് അവിടെ നിന്ന് നമ്മൾ വളച്ച് നേരെ ഈ ഷോക്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് വഴിയാണ് നമ്മൾ ബെൻഡ് പൈപ്പ് വന്നേക്കുന്നത്. കാരണം റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ബ്രേക്കിൻ്റെ ഓയിൽ ക്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതെടുത്ത് മാറ്റി അത് അലങ്കോലൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് വഴി നേരെ ബെൻഡ് വന്ന് ബാക്കിൽ ഇവിടെ 2 നേരെ 2 എക്സോസും ആണ് നമ്മൾ ചെയ്തേക്കണത്. ലൗഡാണ് ഗൈസ്, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. SC ആയതുകൊണ്ട് നിങ്ങോട്ട് പിന്നെ പറയണ്ടല്ലോ, ഓൾറെഡി നല്ല മുഴക്കം കൂടുതലാണ്. എന്തായാലും വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സൗണ്ട്? എല്ലാവരും കമൻ്റ് ഇടുക. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നാളെ RCയുടെ അണ്ടർവെല്ലി വെക്കണ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. എത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ പരിപാടി.